ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ യാത്ര അവർ ലേഡി ഓഫ് റോസറി ദേവാലയത്തിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടവക സമൂഹം ഉള്ള കത്തോലിക്ക ദേവാലയം ആണ് ഇത്. ഈ പള്ളിയുടെ സെമിത്തേരി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെമിത്തേരി. ഗോവ തീർത്ഥാടന യാത്രയിൽ ഞാൻ കണ്ട പള്ളികളുടെ വിവരണം അവസാനിക്കുകയാണ്. വളരെയേറെ ശ്രമകരമായാണ് ഓരോ പള്ളിയുടെ വീഡിയോയും എടുത്തിട്ടുള്ളത്. കൃത്യമായി പള്ളിയുടെ ചരിത്രം വിവിധ പുസ്തകങ്ങളിലൂടെയും പള്ളിയിലെ ജീവനക്കാരോടും കാണുന്ന ഫാദേഴ്സിനോടും ഇടവകയിലെ മറ്റ് ആളുകളോടും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ പള്ളിയുടെ വീഡിയോയ്ക്കും വിവരണം നൽകിയിട്ടുള്ളത്. ആരോഗ്യപരമായി മോശം അവസ്ഥ ആയിരുന്നിട്ടും കൂടി റെയിൽവേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ മടി ആയതിനാലും ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം കാണുവാനുള്ള ആഗ്രഹം ഉള്ളതിനാലും പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടവക സമൂഹമുള്ള ഈ പള്ളി സന്ദർശിക്കണം എന്ന് മനസ്സിൽ വിചാരം ഉള്ളതും കൊണ്ടുമാണ് ഗോവ തീർത്ഥാടനം നടത്തിയത്. 2 പകലും 1 രാത്രിയുമാണ് ഞാൻ ഗോവയിൽ ചെലവഴിച്ചത്. കൃത്യം പ്ലാനിങ് ഉള്ളതിനാൽ വിചാരിച്ച പള്ളികൾ എല്ലാം തന്നെ കാണുവാൻ കഴിഞ്ഞു. ഈ പള്ളിയുടെ ഉൾഭാഗം വീഡിയോയും ഫോട്ടോയും എടുക്കുവാൻ പറ്റിയില്ല. പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. വളരെയേറെ സഹനം അനുഭവിച്ചാണ് ഞാൻ ഈ പള്ളിയിൽ എത്തിച്ചേർന്നത്. ട്രെയിൻ ടിക്കറ്റ് കഴിച്ച് എൻ്റെ കയ്യിൽ റൂം എടുക്കുന്നതിനുള്ള 1000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ട്രെയിനിൽ കയറുമ്പോൾ 2 തീരുമാനങ്ങളാണ് ഞാൻ എടുത്തത്. 1, തീർത്ഥാടന ദിവസങ്ങൾ ഉപവാസത്തിൽ ആയിരിക്കും. 2, ഓട്ടോയിൽ കയറുകയില്ല, ബസ്സിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടായിരിക്കും യാത്രകൾ. രാത്രി റൂം എടുക്കാതെ കഴിയണം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഗോവയിലെ കൊതുകുകൾ 1 മിനിറ്റ് പോലും ഇടവേളകൾ ഇല്ലാതെ ആക്രമണം തന്നെയായിരുന്നു. ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെ 800 രൂപയ്ക്ക് റൂം എടുത്തു. കേരളം വിട്ട് നമ്മൾ ഏത് സംസ്ഥാനത്ത് ചെന്ന് റൂം എടുത്താലും അവർ ഒരു ദിവസത്തെ വാടകയല്ല പറയുന്നത്. അവർ വെറും 10 മണിക്കൂർ സമയത്തേക്കുള്ള വാടകയാണ് നമ്മിൽ നിന്നും ഈടാക്കുന്നത്. ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് വളരെയധികം ഇൻഫെക്ഷൻ വന്നു. കൈകളും കാലുകളും മൊത്തം വേദനയും കോച്ചിപ്പിടുത്തവും ഒക്കെയായി. ഒടുവിൽ മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ യാത്ര പൂർത്തിയാക്കിയത്. അങ്ങനെ ഒരുവിധം എഴുന്നേറ്റ് യാത്ര തുടരുന്നു. താമസിച്ച സ്ഥലത്തു നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് 2 കിലോമീറ്റർ, ഈ പള്ളിയിലേക്കും 2 കിലോമീറ്റർ. അപ്പോൾ നടത്തം തന്നെയാണ് ലാഭം എന്ന് മനസ്സിലാക്കി. ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് ഇത് വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് 10:30 ആയി ലോഡ്ജിൽ നിന്നും ഇറങ്ങുവാനായിട്ട്. ഗംഭീര വെയിലുകൾ, കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ല. റോഡും ഫുട്പാത്തും ഇവയുടെ ഇടയ്ക്കുള്ള പൂഴിമണലും എല്ലാം ചുട്ടുപഴുത്താണ് കിടക്കുന്നത്. 11 മണി ആയപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ചതുപോലെയുള്ള അവസ്ഥയായി. പൊള്ളി ഒരു പരുവത്തിലായി. സാധാരണ വെയിലുള്ള സമയം നടന്ന് തിരിച്ചെത്തുമ്പോൾ ഗ്ലിസറിനിൽ ഇന്ദുപ്പ് ചേർത്ത് മിക്സാക്കി പുരട്ടുകയാണ് ചെയ്യാറുള്ളത്. എന്തോ ഈ യാത്രയിൽ എനിക്ക് ആ മിക്സ് ചെയ്ത ആ മെഡിസിൻ എടുക്കുവാൻ സാധിക്കാതെ വന്നു. കർത്താവെ, ഇത്രയും വലിയ സഹനം വേണമോ എന്ന് ആലോചിക്കുമ്പോൾ ദൂരം കൂടുതൽ ഉള്ളതുപോലെ തോന്നും. തവള ചാടുന്ന പോലെ നടന്നാണ് ഞാൻ ഈ യാത്ര ഈ പള്ളിയിലേക്ക് ഉള്ളത് പൂർത്തിയാക്കിയത്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ ഒരു നല്ല തണുത്ത കൈയോടെ ഒരാൾ എന്നെ വട്ടം കെട്ടിപ്പിടിച്ചു. ഒരു പരിചയവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. സംസാരം തമിഴിലാണ്. ആളുടെ കഴുത്തിൽ കൊന്തയുണ്ട്. എവിടേക്ക് പോകുന്നു, എവിടെ നാട്, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ അയാൾ എന്നോട് ചോദിച്ചു. എല്ലാറ്റിനും ഞാൻ ഉത്തരം പറഞ്ഞു. അന്തോണി എന്നാണ് ആ മനുഷ്യൻ പേര് പറഞ്ഞത്. അയാളുടെ ചെരുപ്പ് എന്നെ ഇടാൻ കുറേ നിർബന്ധിച്ചു. അയാളുടെ വീട് റോഡിൽ നിന്നും വെറും 50 മീറ്റർ അകലെയാണ്. സിമന്റ് മതിലും കിണർ റിങ്ങും ചെടിച്ചട്ടികളും ഉണ്ടാക്കലാണ് ആ പാവം മനുഷ്യൻ്റെ ജോലി.
ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ അയാൾ പറഞ്ഞു. ഞാൻ പിന്നെ വരാം എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് യാത്ര തുടർന്നു. പണികൾ കൂടുതലുള്ളതിനാലാണ് ഞാൻ പള്ളി വരെ വരാത്തതെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാളുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ യാത്ര പറഞ്ഞു പോയി. ഞാൻ പിന്നെ എൻ്റെ സഹനങ്ങളെക്കുറിച്ച് ഓർത്തതേ ഇല്ല. ഞാൻ ആ പള്ളിയിലെത്തിയപ്പോൾ 11:30 മണി കഴിഞ്ഞിരിക്കുന്നു. അതിഗംഭീരമായ വെയിലാണ്. പള്ളിയും പരിസരവും മൊബൈലിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ എടുത്തു. പള്ളിയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ക്രിസ്തുമസിന് ഒരുക്കമായി എന്തൊക്കെയോ പണികൾ പള്ളിയുടെ പുറത്ത് നടക്കുന്നുണ്ട്. ഞാൻ കപ്പ്യാരോട് പറഞ്ഞു, വാതിലൊന്ന് തുറക്കാമോ? 10 മിനിറ്റ് സമയം മാത്രം മതി. ഏയ് പറ്റില്ല, ഞാൻ അവിടെ പണിക്ക് വന്ന ചേട്ടനോട് പറഞ്ഞു. ഏയ് പറ്റില്ല, ഞാൻ വാതിൽ തുറന്നു കിട്ടുവാൻ പലരോടും ചോദിക്കുന്നത് പള്ളിയിലെ അച്ഛൻ മുറ്റത്ത് നിന്ന് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നുണ്ട്. ലോഹ ഇട്ടില്ലേലും അച്ഛനാണോ കപ്പ്യാരാണോ എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ടു വരികയാണ്. പള്ളികളെക്കുറിച്ച് പഠിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. 10 മിനിറ്റ് സമയം പള്ളിവാതിൽ തുറന്നു തരാമോ? ഏയ് പറ്റില്ല, വൈകുന്നേരം 5 മണിക്കേ ഇനി തുറക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടവക സമൂഹമുള്ള ദേവാലയത്തിലെ അച്ഛൻ്റെ മറുപടി എന്നെ ശരിക്കും നിരാശപ്പെടുത്തി. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയാണ്, പള്ളിയുടെ അൾത്താരയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും ഇൻ്റർനെറ്റിലുണ്ട്, അത് നോക്കിയാൽ കാര്യങ്ങൾ അറിയാം എന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ച്, ഇൻ്റർനെറ്റിൽ നോക്കി അറിയാമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ, ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് യാത്ര ചെയ്ത് വരേണ്ടിയിരുന്നില്ലല്ലോ. പള്ളിയുടെ വാതിൽ തുറന്നിടുക ആണെങ്കിൽ പള്ളിയുടെ മോണ്ടകത്ത് ഇരുന്ന് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ അകത്ത് കയറി പ്രാർത്ഥിച്ചിരുന്നേനെ. ഞാൻ അമ്മാമ്മയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഉത്തരം കൊങ്കിണിയിലും ഇംഗ്ലീഷിലുമാണ് അമ്മാമ്മ എന്നോട് മറുപടി പറഞ്ഞത്. കുറച്ചൊക്കെ മനസ്സിലായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മക്കളൊക്കെ ജോലിക്ക് വീട്ടിൽ നിന്നും പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാകും. അതുകൊണ്ട് ഞാൻ മൊബൈലും എടുത്ത് പള്ളിയുടെ ഉമ്മറത്തേക്ക് പോരും. ഞാൻ ഇവിടെ ഇരുന്ന് 5 മണി വരെ അമ്മാമ്മ പള്ളിയുടെ മോണ്ടകത്തിരുന്ന് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പള്ളിയുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അമ്മാമ്മ മൊബൈൽ എടുക്കില്ല. അമ്മാമ്മ പള്ളിയുടെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചിരുന്നേനെ. നമ്മുടെ പള്ളിയുടെ ഒരു വാതിൽ നിങ്ങൾ എപ്പോഴും തുറന്നിടുക. പ്രാർത്ഥിക്കാൻ വരുന്നവർ, അനാഥർ, ഒറ്റപ്പെട്ടു പോയവർ, നിന്ദിതരും പീഡിതരുമായവർ, വിധവകൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കട്ടെ. ഇനി ഇത്രയും ബുദ്ധിമുട്ടി വീഡിയോ ചെയ്തിട്ട് ഈ ചാനലിന് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുമോ? അതൊട്ടും ഉണ്ടാകാനും പോകുന്നില്ല. സത്യസന്ധമായി കാര്യങ്ങൾ മതപരമായ യൂട്യൂബ് ചാനൽ വഴി പ്രക്ഷേപണം ചെയ്ത ഒരാളും തിരിഞ്ഞു നോക്കില്ല. എല്ലാവർക്കും ഇൻസ്റ്റൻ്റായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇന്ന് വേണ്ടത്. ഒരാൾ പോലും പറഞ്ഞു തരാത്ത, അല്ലെ കേൾക്കാനിടയില്ലാത്ത കാര്യങ്ങളാണ് വളരെ സത്യസന്ധമായി ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആർക്കും താല്പര്യമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവിധ പള്ളികളെക്കുറിച്ചും സഭാ വാർത്തകളെക്കുറിച്ചുമൊക്കെ വീഡിയോ തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്യുവാൻ പറ്റുന്നതാണ്. എനിക്കതിന് വളരെ താല്പര്യവുമാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവർ ലേഡി ഓഫ് റോസറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളിയുടെ ചരിത്രത്തിലേക്ക് വരാം. സൗത്ത് ഗോവയിലുള്ള നവേലിമിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് റോസറി ചർച്ച് 1590 ആണ് നിർമ്മിക്കപ്പെട്ടത്. 1594 സുവിശേഷ പ്രഘോഷണത്തിനായി എത്തിയ ഫ്രഞ്ച് ജെസ്യൂട്ട് വൈദികർ ഗ്രാമവാസികളുടെ സഹായത്തോടെ പള്ളി വലുതാക്കി പണിയുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. കളിമൺ, ഇഷ്ടികയും ചെളിയും ഉപയോഗിച്ചായിരുന്നു പള്ളിയുടെ നിർമ്മാണം. 1597 പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. ഈ പള്ളിയുടെ ആദ്യത്തെ ഇടവക വികാരി ഫ്രഞ്ച് ജെസ്യൂട്ട് മിഷണറി വൈദികൻ ഫാദർ ജോൺ സേന ആയിരുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് ഇടവക കുടുംബത്തിലെ അംഗങ്ങളായി നിരവധി കുടുംബങ്ങൾ മാറിക്കഴിഞ്ഞു. ജനസംഖ്യ വർദ്ധിച്ചു. എന്നാൽ പള്ളിയിൽ വിശ്വാസികൾക്ക് ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പങ്കുകൊള്ളുവാൻ തക്ക സ്ഥലം പള്ളിയകത്ത് ഉണ്ടായിരുന്നില്ല.
പ്രദേശത്തെ ഒരു വ്യാപാരി രാത്രി കടയടച്ച് വീട്ടിലേക്ക് പള്ളി മുന്നിലുള്ള റോഡിലൂടെ പോകുമ്പോൾ ഒരു അശരീരി കേൾക്കുവാൻ ഇടയായി. നിങ്ങളുടെ ബിസിനസ് തകരുമെന്നും വലിയ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുവെന്നും അതിനാൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുക എന്നതുമായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഉള്ളടക്കം. ശബ്ദം കേട്ട ഉടനെ തന്നെ ആ വ്യാപാരി പള്ളിയുടെ മോണ്ടകത്തേക്ക് ഓടിക്കയറി ജപമാല മാതാവിനോട് ഈ ദുരന്തത്തിൽ നിന്നും തന്നെ മോചിപ്പിക്കണമേ എന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ധനികനായ ആ വ്യാപാരിക്ക് നിരവധി കടകൾ ഉണ്ടായിരുന്നു. ബിസിനസ് രംഗത്ത് കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഏൽപ്പിച്ച ഒരു വ്യക്തി കണക്കുകളിലും മറ്റു കാര്യങ്ങളിലും പറ്റിക്കുന്നത് അയാൾ അറിഞ്ഞിരുന്നില്ല. തൻ്റെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ബിസിനസ് തകർച്ചകളിൽ നിന്നും കരകയറ്റണമേ എന്നും നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടുകയും ചെയ്താൽ പള്ളി പുതുക്കി പണിയുവാൻ ധനസഹായം നൽകിക്കൊള്ളാമെന്നും അയാൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥന മാതാവ് കേട്ടു. അയാളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. പറ്റിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാവുകയും എടുത്ത മുതൽ ഇരട്ടിയായി അയാൾ തിരിച്ചു കൊടുക്കുകയും വ്യാപാരിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. തനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി തുക ലഭിച്ച ആ വ്യാപാരി തനിക്ക് തിരികെ ലഭിച്ച പണവും തൻ്റെ വിഹിതവും കൂടി എല്ലാം ചേർത്ത് വളരെ വലിയ ഒരു സംഖ്യ പള്ളിയുടെ പുനർനിർമ്മാണത്തിനായി ധനസഹായമായി നൽകി. ഒപ്പം തന്നെ അവർ ലേഡി ഓഫ് റോസറി മാതാവിൻ്റെ രൂപം പുതുക്കി പണിയിപ്പിക്കുകയും ചെയ്തു. ബരേറ്റോ എന്നാണ് ആ വ്യാപാരിയുടെ പേര്. പിന്നീട് 1717 1739 നടന്ന മറാത്താക്കാരുടെ ആക്രമണങ്ങളിൽ ദേവാലയം കൊള്ളയടിക്കപ്പെട്ടു. പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. എന്നാൽ 2 സംഭവങ്ങൾക്കു ശേഷവും ഇടവകക്കാർ പള്ളി പുനർനിർമ്മിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയും കുടുംബങ്ങളും ഉള്ള പള്ളിയാണ് ഇത്. ഗോവ അതിരൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം. 4000-ഓളം കുടുംബങ്ങളും 15,000-ഓളം വിശ്വാസികളുമാണ് ഈ ദേവാലയത്തിൽ ഉള്ളത്. നിരവധി സന്യാസ സഭകളും കോൺവെന്റുകളും ചാപ്പലുകളും സ്കൂളുകളും ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. നവംബർ മാസത്തിലെ 3-ാമത്തെ ബുധനാഴ്ചയാണ് ഈ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പള്ളിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.